സാന്നിധ്യം കൊണ്ട് വേദിയും സദസ്സും ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ ശ്രദ്ധേയമായ പങ്ക് വഹിച്ച ഒരു വിദ്യാലയമാണ് നമ്മളൊക്കെ തറയിൽ സ്കൂൾ എന്ന് പറയുന്ന താനാളൂർ എയ്ഡഡ് മാപ്പിള ലോവർ പ്രൈമറി സ്കൂൾ. അതാണ് AMLP എന്നതിൻ്റെ ഫുൾ ഫോം. പല രക്ഷിതാക്കൾക്കും അതറിയില്ല. എയ്ഡഡ് മാപ്പിള ലോവർ പ്രൈമറി സ്കൂൾ. ഈ വിദ്യാലയത്തിൻ്റെ 118ാമത് വാർഷികമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. 118 വയസ്സുള്ള ഒരു മുത്തശ്ശിയാണ് നമ്മുടെ വിദ്യാലയം. മുത്തശ്ശിയാണെങ്കിലും 17ന്റെ നിറവിലാണ് ഈ വിദ്യാലയം ഇന്ന് ഇവിടെ ശോഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. താനൂർ ഉപജില്ലയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഒരു എളിയ അധ്യാപകനായി സേവനം ചെയ്യുന്നത് കൊണ്ട് പാഠ്യേതര മത്സരങ്ങളിൽ ഉപജില്ലയിൽ അതിൻ്റെ ഫലങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ വിദ്യാലയത്തിൻ്റെ പേര് AMLPS താനാളൂർ എന്ന് ആവർത്തിച്ച് കേൾക്കാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള അധ്യാപകരോടൊക്കെ പറയാറുണ്ട്, ഞാൻ പഠിച്ച വിദ്യാലയമാണ്, എൻ്റെ മക്കൾ പഠിച്ച വിദ്യാലയമാണ്, എൻ്റെ മകൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാലയമാണ് എന്ന് അഭിമാനത്തോടെയാണ് ഞാൻ പറയാറുള്ളത്. 36 വർഷം ഒരു വിദ്യാലയത്തിൽ അധ്യാപകനായി സേവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമാണ്. ഈ ഉപജില്ലയിലെ ഇത്തരം ഉന്നത പദവികൾ നേടുന്ന വിദ്യാലയങ്ങൾ വളരെ കുറവാണ്. ആ കൂട്ടത്തിലുള്ള ഒരു വിദ്യാലയമാണ് നമ്മുടെ താനാളൂർ AMLP സ്കൂൾ. ഈ വിജയത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ പ്രതിഭാശാലിയായ നമ്മുടെ പ്രധാന അധ്യാപകൻ പ്രദീപ് സാറാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ നല്ല അർപ്പണബോധമുള്ള ആത്മാർത്ഥതയുള്ള ഒരു കൂട്ടം ടീച്ചേഴ്സ് അവിടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ വിദ്യാലയം ഈ മികവ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു വിദ്യാലയവും അതിൻ്റെ സ്റ്റാഫിൽ ഐക്യമുണ്ടെങ്കിൽ ആ വിദ്യാലയം ഉന്നതിയിലെത്തുമെന്നുള്ളതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ തെളിവാണ് ഈ വിദ്യാലയം. ഏതായിരുന്നാലും ദീർഘമായി പറയുന്നില്ല. 36 വർഷം സേവനം അനുഷ്ഠിച്ച് റിട്ടയർമെന്റ് ജീവിതത്തിലേക്ക് കാലെടുത്ത് മുക്കുന്ന നമ്മുടെ പ്രദീപ് സാറിന് റിട്ടയർമെന്റ് ജീവിതം ഭാസ്വരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അറബി അധ്യാപക സംഘടനാ നേതാവും പ്രവർത്തകനുമായ CN മുജീബ് മാസ്റ്റർക്ക് താനാളൂർ AMLP സ്കൂളിൻ്റെ അഗൈതവമായ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി നന്ദനിൽ ഫൈസൽ സാഹിബിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിനുള്ള വിശിഷ്ട ഒരു യാത്രയപ്പ് ചടങ്ങിലാണ് നമ്മൾ. പ്രദീമാഷെ സംബന്ധിച്ചിടത്തോളം 36 വർഷമായി നമ്മുടെ ഈ വിദ്യാലയത്തിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 36 വർഷം എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു 3.5 വർഷത്തിൻ്റെ ഒരു ദൈർഘ്യം മാത്രമേ എനിക്ക് തോന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞപ്പോഴാണ് 36 വർഷമായി ഈ വിദ്യാലയത്തിൽ സേവനം
തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിശയത്തോടു കൂടി ആണ് മനസ്സിലാക്കിയത്. ഏകദേശം ഞാൻ സ്കൂൾ ജീവിതം, എൻ്റെ വിദ്യാർത്ഥി ജീവിതം SLC കഴിഞ്ഞ് ഇറങ്ങി ആ വർഷം, അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം ആണ് അദ്ദേഹം ഇവിടെ ജോലിക്ക് കയറിയിട്ടുള്ളത് എന്ന് ആണ് അതുകൊണ്ട് മനസ്സിലായത്. ഏതായാലും ഞാൻ സ്കൂൾ ജീവിതം, വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞ് അതിന് ശേഷം ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല വിഷയങ്ങളിലും ഇടക്കാലത്ത് ഇവിടുത്തെ PTA പ്രസിഡൻ്റായിട്ട് ഒരു 2 വർഷക്കാലം സേവനം അനുഷ്ഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളെല്ലാം പ്രദീപ് മാഷ് അദ്ദേഹത്തിൻ്റെ കഴിവാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണോ എന്താണെന്നൊന്നും അറിയില്ല. ഒരു അധ്യാപകൻ, അന്ന് മൂപ്പർ പ്രധാന അധ്യാപകനല്ല, ഒരു അധ്യാപകനാണ്. ആ അവസരത്തിൽ സ്കൂളിൻ്റെ കാര്യങ്ങളിൽ ഒരു പ്രധാന അധ്യാപകൻ്റെ റോള് കൈകാര്യം ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്നത്. ഏതായാലും ഈ അവസരത്തിൽ മൂപ്പര് റിട്ടയർമെൻറ്റ് ചെയ്യുകയാണ് എന്ന് അറിഞ്ഞപ്പോൾ അതിയായ ദുഃഖം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ മകളടക്കം നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി. റിട്ടയർമെൻറ്റ് ചെയ്താലും നമ്മുടെ ഈ സ്ഥാപനത്തിനും നമ്മുടെ നാടിനും അദ്ദേഹത്തിൻ്റെ സേവനം ഇനിയും ലഭ്യമാകും എന്ന് പറഞ്ഞപ്പോൾ അതിയായ സന്തോഷമുണ്ട്. ഏതായാലും കൂടുതലൊന്നും ഈ അവസരത്തിൽ സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം കൂടുതൽ സന്തോഷകരമായി ഇരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസ അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് സലാം പണിക്കരാട്ടിനെ സ്നേഹാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വേദിയിൽ ഉപസ്ഥരായ മഹദ്വ്യക്തിത്വങ്ങൾ, ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തുള്ള നല്ലവരായ നാട്ടുകാർ, കുരുന്നുകൾ, അധ്യാപിക സുഹൃത്തുക്കൾ, താനാളൂർ എന്ന് കേൾക്കുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലേക്കും വരുന്ന ഒരു കലാലയമാണ് AMLPS തറയിൽ സ്കൂൾ എന്ന് പറയുന്നത്. തറയിൽ സ്കൂൾ എന്ന് പറയുന്നത് താനാളൂരിൻ്റെ ഒരു റിമാർക്കാണ്, ഒരു സമൂഹത്തിൻ്റെ മുഖമുദ്രയാണ്. ഒരുപാട് സംസ്കാരങ്ങൾ പിറവിയെടുത്ത വിജ്ഞാനത്തിൻ്റെ വീടാണ് താനാളൂർ AMLP സ്കൂൾ എന്ന് പറയുന്ന നമ്മുടെ ഈ കൊച്ചു കലാലയം. എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ വൈവിധ്യമാർന്ന ആഘോഷങ്ങളിൽ ഒരുപോലെ ഒരു സദസ്സിലിരിക്കാൻ കഴിയുന്ന ഒരു പൊതു ഇടമാണ് നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുന്നത്. ഈ പ്രദേശത്തെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനും വിവിധ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനുമൊക്കെ ഈ കലാലയം ആളുകൾ ഉപയോഗപ്പെടുത്തുകയാണ്. ഇനിയും അങ്ങോട്ടും ഈ നാട്ടിലുള്ള ഓരോ ജനങ്ങളുടെയും സഹായങ്ങളും സഹകരണങ്ങളും പിന്തുണകളും ഈ കലാലയത്തിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യാപകനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. 1990 ഒരു ശിശുദിനത്തിൽ ഈ കലാലയത്തിൻ്റെ ഗേറ്റ് കടന്നുകൊണ്ട് ഒന്നാമതായി ഒപ്പ് ചാർത്താൻ വേണ്ടി രജിസ്റ്ററിലേക്ക് ഒപ്പ് ചാർത്താൻ പേനയെടുത്തുകൊണ്ട് കടന്നു വന്ന നമ്മുടെ പ്രദീപ് മാഷ് ഈ വരുന്ന 31-ാം തീയതിയോടുകൂടി ഈ കലാലയത്തിൽ നിന്ന് വിട പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രദീപ് മാഷ് ഈ പ്രദേശത്തുള്ള ഒരുപാട് കുരുന്നുകൾക്ക് ഒരുപാട് വൈവിധ്യമാർന്ന ചന്തമുള്ള ചിന്തകൾ വാരി വിതറിയ ഒരു സമാനതകളില്ലാത്ത ഒരു അധ്യാപകനാണ്. എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത്, എൻ്റെ ശബ്ദം ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരുപാട് വിദ്യാർത്ഥിനികൾ ഈ സദസ്സിലുണ്ട്. അവർക്കെല്ലാം ഓർമ്മ വരുന്നത് പ്രദീപ് മാഷ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്ന ഒരു വ്യക്തിയുടെ കഥയാണ്. ആ കഥയിലൂടെ
കുട്ടികളുടെ മനസ്സുകൾ കീഴടക്കുവാൻ ഒരധ്യാപകൻ എത്രത്തോളം സാധ്യമാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയ ഒരധ്യാപകൻ കലാലയ മേഖലകളിൽ എന്നും തൻ്റെതായ പ്രവർത്തനങ്ങൾക്ക് തൻ്റെതായ സംഭാവനകൾ കോൺട്രിബ്യൂഷനുകൾ ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കാതെ താൻ എങ്ങനെയാണ് കുട്ടികളുടെ മനസ്സ് കീഴടക്കുന്നത് എന്ന് ഈ സമൂഹത്തിലുള്ള അധ്യാപകർക്ക് ഷെയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ പടിയിൽ നിന്നിറങ്ങി പോകുന്നത്. അധ്യാപകർക്ക് വേണ്ടി നടക്കുന്ന പരിശീലന ക്ലാസുകൾ അത് നിയന്ത്രിക്കുവാനും അതിന് നേതൃത്വം കൊടുക്കുവാനും പ്രദീപ് മാഷ് ഒരുപാട് കാലം തന്റെ ജീവിതം മാറ്റിവെച്ചു. നിങ്ങൾക്കറിയാം, ലത്തീഫ് സൂചിപ്പിച്ച പോലെ ഈ കലാലയത്തിന്റെ മതിലുകളിൽ അദ്ദേഹത്തിൻ്റെതായ ഭാവനയിൽ നിന്ന് ഒരുപാട് കഥകളും ഒരുപാട് സംസ്കാരങ്ങളും ഒരുപാട് വിഷയങ്ങളും മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കുന്ന ലഘുചിത്രങ്ങൾ വരച്ചു വെക്കുകയാണ്. അദ്ദേഹം പഠിപ്പിക്കുന്ന ക്ലാസ് റൂമുകൾ ചിത്രങ്ങൾ കൊണ്ട് വർണ്ണാഭമാണ്. അദ്ദേഹത്തിന്റെ ക്ലാസുകൾ പോകട്ടെ, ഈ കലാലയങ്ങൾ കേരളത്തിലുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് വിദ്യ അഭ്യസിക്കേണ്ടത് എന്ന് നർമ്മമായ ചിന്തകൾ പഠിപ്പിച്ചു കൊടുക്കുവാൻ SCERTയുടെ പുസ്തകം രചിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സംഭാവന അദ്ദേഹത്തിന് പതിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുന്ന പുസ്തകങ്ങൾ മറിച്ചു നോക്കിയാൽ അതിൽ ഒരിടം പ്രദീപ് താനൂരിനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കലാലയങ്ങളിൽ കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്ന് കുട്ടികൾ വിദ്യാഭ്യാസം നൽകുന്ന അക്കാദമിക കരിക്കുലത്തിന് പുറമെ അക്ഷര പൂപ്പാലിക എന്ന് പറയുന്ന ഒരു വലിയ പണം ചെലവഴിച്ച് അദ്ദേഹത്തിൻ്റെതായ ഓർമ്മകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെതായ ചിന്തകളിൽ നിന്ന് അദ്ദേഹം ഓർത്തെടുത്തുണ്ടാക്കിയ ഒരു സംഭാവന, സമാനതകളില്ലാത്ത സംഭാവനയാണ്. ഈ താനൂർ സബ് ജില്ലയിലെ കലാലയങ്ങളിലെ എല്ലാ പ്രധാന അധ്യാപകരെയും വിളിച്ചു വരുത്തി നമ്മുടെ സ്കൂളിൽ വെച്ചുകൊണ്ട് ഒരു കോൺക്ലേവ് എന്ന് പറയുന്ന ഒരു പരിപാടി പ്രദീപ് മാഷ് നടത്തുമ്പോൾ എന്നോട് താനൂർ ഉപജില്ലയിലെ AEO പറഞ്ഞ ഒരു സംഭവമുണ്ട്. നിങ്ങളുടെ മണിമുത്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് എന്നാണ്. ആ സമയത്ത് തന്നെ അവിടെ പങ്കെടുത്തുള്ള രാഷ്ട്രീയ നേതാക്കളും അവിടെ ഉണ്ടായിരുന്ന സാമൂഹിക സാംസ്കാരിക പ്രവർത്തകന്മാരും പറഞ്ഞു, പ്രദീപ് മാഷ്, അങ്ങ് ഈ കലാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ അങ്ങയുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നാണ്. രാഷ്ട്രീയ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും വിദ്യാഭ്യാസ ചിന്തകരും ഒറ്റവാക്കിൽ പ്രദീപ് മാഷയുടെ സഹായം ആവശ്യപ്പെടുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ വലുപ്പം അദ്ദേഹത്തിന് മനസ്സിലാക്കേണ്ടതുണ്ട്, അദ്ദേഹത്തിന് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളത് മനസ്സിലാക്കി, നമ്മളത് തിരിച്ചറിഞ്ഞു. അങ്ങനെയുള്ള ഒരു പ്രതിഭാശാലി പ്രദീപ് താനൂർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകൻ ഈ കലാലയത്തിൽ നടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് വലിയ സങ്കടമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് പറയാനുള്ള റിക്വസ്റ്റ് എന്താണെന്നറിയോ? ഞങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും ഒരുപാട് മുന്നേറുന്നതിന് ഒരു ഫീനിക്സ് പക്ഷി ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്നത് പോലെ ഞങ്ങളുടെ കുരുന്നുകളെ ഉയർന്നു പൊങ്ങാൻ അങ്ങയുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ആ സംഭാവനകൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് അങ്ങയോട് അതീവ താഴ്മയോടുകൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്ത ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ആബിദ് VPയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന വ്യക്തിത്വങ്ങളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, കുഞ്ഞുങ്ങളെ, ആദ്യമായി ഈ ഒരു ചടങ്ങിന് കൃത്യമായ ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ ഈ അധ്യയന വർഷം നമ്മുടെ സ്കൂളിൽ നിന്നും പടിയിറങ്ങുന്ന പ്രധാന അധ്യാപകൻ പ്രദീപ് മാഷിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. കൂടുതലൊന്നും പറയുന്നില്ല, കാരണം നമ്മുടെ കുട്ടികളുടെ പരിപാടികൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് രക്ഷിതാക്കൾ. എല്ലാവിധ ആശംസകളും നേരിട്ടുകൊണ്ട് നിർത്തുന്നു. നന്ദി. MTA ഭാരവാഹി ആയിഷ MK സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഇവിടെ നിന്ന് വിരമിച്ച് പിരിയുന്ന നമ്മുടെ പ്രധാന അധ്യാപകൻ പ്രദീപ് മാഷിയെ കുറിച്ച് തന്നെയാണ്. 36 വർഷത്തെ വിശിഷ്ടമായ സേവനത്തിന് ശേഷം ഇവിടെ നിന്ന് പിരിയുന്ന സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വൈകിയ വേളയിൽ നമ്മുടെ കുട്ടികളുടെ പരിപാടികളൊക്കെ നടക്കാനുള്ളതുകൊണ്ട് കൂടുതലായി ഒന്നും പറയുന്നില്ല. സാറിൻ്റെ ഭാവി ജീവിതം ആയുരാരോഗ്യത്തോടു കൂടി സന്തോഷകരമാകാൻ പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്നു.
സാബിറ ടീച്ചർ 2 വാക്ക്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്കൂളിൻ്റെ AMLPS താനാളൂർ എന്ന ഈ സ്കൂളിൻ്റെ 118ാമത്തെ വാർഷികാഘോഷം, അതോടുകൂടി നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ടുള്ള പ്രദീപ് മാഷിൻ്റെ റിട്ടയർമെൻറ്റും, നമ്മുടെ ഈ 2 പരിപാടികളും 2 ദിവസം വെച്ചുകൊണ്ട് നമ്മൾ നടത്തിയ പരിപാടികളുടെ ഒരു അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രക്ഷിതാക്കളൊക്കെ വളരെ ആകാംക്ഷയോടെ നമ്മുടെ കുട്ടികളുടെ പരിപാടികളൊക്കെ കാണാനും ആസ്വദിക്കാനും വീട്ടിലെ പരിപാടികളൊക്കെ നിർത്തിവെച്ചുകൊണ്ടാണല്ലോ നമ്മൾ നമ്മുടെ കുട്ടികളുടെ പരിപാടികളൊക്കെ ആസ്വദിക്കാൻ വരുന്നത്. അപ്പോൾ എല്ലാവരും കുട്ടികളുടെ പരിപാടികളൊക്കെ ആസ്വദിച്ചു. നമുക്കറിയാം, നമ്മുടെ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത തന്നെ, നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികളെയും നമ്മൾ സ്റ്റേജിൽ കയറ്റാറുണ്ട്. എല്ലാ കുട്ടികളും പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഈ 2 ദിവസത്തെ പരിപാടിയിലൂടെ നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികളും, അതായത് താല്പര്യമില്ലാത്ത ചില കുട്ടികളുണ്ടാവും, അല്ലാത്തവരെല്ലാവരും ഈ പരിപാടിയിലെല്ലാം പങ്കെടുത്തു, സ്റ്റേജിൽ കയറി. അതിൽ നമ്മുടെ രക്ഷിതാക്കളോടൊപ്പം അധ്യാപകരായ ഞങ്ങളും വളരെയധികം സന്തോഷത്തിലാണ്. ഇനി നമ്മുടെ ഈ വർഷത്തെ, നമുക്കറിയാം, ഒരു വാർഷികം എന്നാൽ ഒരു സ്കൂളിൻ്റെ ഒരു ഹൈലൈറ്റാണ്. എല്ലാ പരിപാടികളുടെയും ഒരു അവസാനമായിട്ടാണല്ലോ നമ്മൾ വാർഷികം ഉണ്ടാക്കുന്നത്. അപ്പോൾ വാർഷികം ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സ്കൂളിലെ നമ്മൾ പറഞ്ഞു, പ്രധാന അധ്യാപകനായ നമ്മുടെ പ്രദീപ് മാഷ് ഈ വർഷം മാർച്ച് 31 അദ്ദേഹത്തിൻ്റെ സേവനം അവസാനിപ്പിക്കുകയാണ്. പ്രദീപ് മാഷിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും ഇവിടെ മാഷിനെ പറ്റി ഒരുപാട് നല്ല കാര്യങ്ങൾ, മാഷിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി എല്ലാം പറഞ്ഞു. എല്ലാ മേഖലയിലും പാഠ്യേതരമായ എല്ലാ മേഖലകളിലും മാഷിൻ്റേതായ ഒരു കയ്യൊപ്പ് പതിപ്പിക്കാൻ കഴിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് പടിയിറങ്ങുന്നത്. ഇനിയും നമ്മുടെ സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ സേവനം തുടർന്നുണ്ടാവും. അതുപോലെ നമ്മുടെ സ്കൂളിലെ മികവുറ്റ അധ്യാപകരുടെ, ഇനിയും ബാക്കിയുള്ള എല്ലാ അധ്യാപകരുടെയും മികവുറ്റ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ കുട്ടികൾ, നമ്മുടെ LKG മുതലുള്ള എല്ലാ കുട്ടികൾക്കും ഇനിയും ഒരുപാട് വളർന്ന് നമ്മുടെ സ്കൂൾ ഉയരങ്ങളിൽ എത്താൻ പരിശ്രമിക്കുന്ന ഒരുപാട് അധ്യാപകരാണ് പ്രദീപ് മാഷിൻ്റെ താഴെ ഇനിയും വരാനിരിക്കുന്നത്. അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ മാഷിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇതായി ആശംസ അറിയിക്കുന്നതിന് വേണ്ടി സ്റ്റാഫ് സെക്രട്ടറി സക്കീർ പൊളിക്കറ്റ് മാഷിനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, 36 വർഷക്കാലം സേവനം അനുഷ്ഠിച്ചു പ്രദീപ് മാഷ് താനാളൂർ സ്കൂൾ. അതിനേക്കാളും 2 വർഷം മുമ്പ് അദ്ദേഹം വെള്ളിയാമ്പുറത്ത് സ്കൂളിൽ അദ്ദേഹം അവരുടെ അമ്മയുടെ കൂടെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 38 വർഷക്കാലത്തോളാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള സേവനം. നമ്മൾ 1990 പറയുമ്പോൾ 88 അദ്ദേഹം അധ്യാപക പ്രവർത്തനങ്ങളിലേക്ക് കാൽച്ചുവട് വെച്ചിട്ടുണ്ട്. നമ്മളെക്കാളും അതിലേറെ ഇഷ്ടപ്പെടുന്ന ബന്ധുക്കളും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറിയമ്മയുടെ വീട്ടിൽ, ഒരുപാട് കുടുംബ വീടുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സന്തത സഹചാരിയായി ഒക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടുന്ന ആദരവിൻ്റെ കുറച്ച് ഭാഗം എനിക്കും കിട്ടാറുണ്ട്. കാരണം അദ്ദേഹത്തെ മാതൃകയാക്കി ഒരുപാട് പ്രവർത്തനങ്ങൾ, ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള പുതിയ കാഴ്ചപ്പാടുകളൊക്കെ തന്നെയും എൻ്റെ അധ്യാപനത്തിനും എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഒരു വിശ്രമ ജീവിതത്തിൻ്റെ ഘട്ടത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ PTA പ്രസിഡന്റൊക്കെ പറഞ്ഞത്, അദ്ദേഹത്തെ ഇനിയും നമ്മുടെ സർവീസിൻ്റെ കാര്യങ്ങളും അതൊക്കെ കൊണ്ടുവരണം. മൂപ്പരെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് മൂപ്പരുടെ ഭാര്യ രഞ്ജിത ചേച്ചി ഇവിടെ വന്നിരിക്കുന്നത്. ഇനിയെങ്കിലും വീട്ടിലൊന്ന് അടങ്ങി ഒതുങ്ങി കിട്ടണമെന്ന് കരുതിയിട്ടാണ് മക്കളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിനെക്കുമ്പോഴാണ് നമ്മൾ. അപ്പോൾ അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ അനിഷ്ടവും സ്നേഹവും കരുതലുകളൊക്കെ അനുഭവിച്ച ഒരാളാണ്.
പലപ്പോഴും അദ്ദേഹം ദേഷ്യം പിടിച്ചു നിൽക്കുന്ന സമയവും നമുക്കറിയാൻ കഴിയും. നമ്മുടെ സംസ്ഥാന തലത്തിൽ നിന്നൊക്കെ ഓരോ ഓർഡറുകൾ വരുമ്പോൾ കെട്ടിമറിഞ്ഞ് ആ ഫയലുകൾ തപ്പുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്താണ് പോകാൻ തോന്നില്ല. പൊടി പിടിച്ച മീശയും താടിയും ഒക്കെ പഴയ അളമാരൊക്കെ തപ്പിത്തിരഞ്ഞി എന്നോട് പറയാം 90 വികലാംഗരുടെ എണ്ണം കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. ഞാൻ കുറച്ച് ബാക്ക് കിട്ടുന്നു തപ്പിത്തടഞ്ഞ് ഒന്നുമായിട്ട് ആകെ 2-3 പട്ടിക കിട്ടിയത്. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഏതായാലും നമുക്ക് വികലാംഗരാക്കിയിട്ട് നമ്മളിപ്പോഴുള്ള കമ്മിറ്റിയിൽപ്പെട്ട ലത്തീഫിന് പിന്നെ ഷിയാബിനൊക്കെ വികലാംഗരാക്കിയിട്ടാണ് എഴുതി കൊടുക്കുക. അവരോട് നമുക്കൊക്കെ പറഞ്ഞു നിൽക്കാമല്ലോ. സർക്കാർ ഓരോ സാധനം തട്ടുമ്പോൾ അതിൻ്റെ ഇതിങ്ങനെ വരികയാണ്. നമ്മൾ ആരാണ് ഇവിടെ വികലാംഗരായിട്ട് പഠിച്ചതെന്നൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? ഭിന്നശേഷി നിയമനവുമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ അപ്പൊ അത്തരം പ്രയാസങ്ങളൊക്കെ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിന് ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒരു പക്ഷേ എല്ലാവർക്കും അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം എങ്ങനെയാണ് എന്ന് കൃത്യമായി അറിയാൻ അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്താൽ ഞാൻ നമ്മുടെ നന്ദനിൽ ഫൈസൽ അതേപോലെ ഒരുപാട് ആളുകൾ ഹൈദരാബാദ് മുതൽ പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന്റെ ഒപ്പം യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, ട്രെയിനിൽ നിന്നും ഒരുപാട് സംസാരിക്കുന്ന പുതിയ അനുഭവങ്ങൾ, പല കോണത്തിലുള്ള ആളുകളോടൊക്കെ എടുത്തു വരുമ്പോൾ സമീപിച്ച് പല രീതിയിലുള്ള ലഹരിയുടെ ആളുകളൊക്കെ ട്രെയിനിലുണ്ടാവും. വളരെ ക്രൂരമായ സംസാരമൊക്കെ ആയി വരുമ്പോൾ ശാന്തരാക്കിയ ആ ആളെ നിലനിർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ക്രൂര സ്വഭാവത്തിൽ വന്ന അയാളെ ശാന്തനാക്കി നമ്മുടെ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അയാളൊക്കെ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ആവട്ടെ. അതേപോലെ ഹൈദരാബാദിലൊക്കെ എത്തുമ്പോൾ റൂമൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ ഉറങ്ങുമ്പോഴും അദ്ദേഹം പിന്നെ ഓരോ കളിക്കുടുക്കയിലേക്കും മാസികകളിലേക്കൊക്കെ ഇങ്ങനെ എഴുതുകയും അതിൻ്റെ പിക്ചറുകളൊക്കെ ഇങ്ങനെ വരയ്ക്കും. ഇദ്ദേഹത്തിന് എങ്ങനെ ഇങ്ങനെ കഴിയുന്നു എന്ന് പലപ്പോഴും നമ്മളൊക്കെ പരാജയപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒട്ടേറെ അനുഭവങ്ങൾ നൽകിയിട്ടുള്ളൊരു മാഷാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. അതേപോലെ ജില്ലാ പഞ്ചായത്താക്കാൻ വേണ്ടിയിട്ട് മകളെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സംഘടനാ മികവുകളാണ് മകൾക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ളത്. ഞങ്ങളൊക്കെ ഹൈദരാബാദിൽ ചിലപ്പോൾ മൂപ്പര് പോലെ സാധനം വാങ്ങുമ്പോൾ ജംസ് മിഠായി ഒക്കെ ഞാൻ മക്കൾക്ക് വാങ്ങും, മൂപ്പര് വാങ്ങും. മോള് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണെന്നുള്ള ബോധം നോക്കില്ല. അപ്പം എന്തെങ്കിലും മിഠായി കരുതണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുട്ടികൾക്ക് വാങ്ങുന്ന മിഠായിയും വസ്ത്രങ്ങളും അതേപോലൊക്കെ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോകാറ്. അത്രയും മക്കളൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ നല്ല നിലയിലൊക്കെ ആക്കാനൊക്കെ അദ്ദേഹത്തിന് ഈ സർവീസ് കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഏതായാലും മൂപ്പര് വിരമിക്കുകയാണെന്ന് ഇന്ന് വൈകുന്നേരം വരെ എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് കണ്ണുകളിൽ ഇരുട്ടുകൾ കയറി പറയാനുള്ള വാക്കുകൾ മറന്നു പോവുകയൊക്കെ ചെയ്യും. ഏതായാലും അദ്ദേഹത്തിന് ആയുരാരോഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവിധ സ്നേഹഭാവങ്ങളും ഉണർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. ജയ്. ഹലോ. അടുത്തായി സംസാരിക്കുന്നത് PTA ഭാരവാഹി ശ്രീ ഷിഹാബ്. ഹലോ, ഈ വേദിയിലുള്ള രക്ഷിതാക്കളെ, പ്രിയ കുഞ്ഞ് കുട്ടികളെ, പ്രദീപ് മാഷെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. എന്നെ ചെറുപ്പത്തിൽ ഞാൻ 1-ാം ക്ലാസ്സിൽ വന്നപ്പോൾ എന്നെ പ്രദീപ് മാഷ് പഠിപ്പിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയ മനുഷ്യനാണ് ഞാൻ. അതുപോലെ എൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രദീപ് മാഷ് ഈ സ്കൂളിൽ നിന്നും വിരമിച്ചു പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലൊരു വേദനയുണ്ട്. കാരണം ഈ സ്കൂളിൻ്റെ എല്ലാമായിരുന്നു പ്രദീപ് മാഷ്. പ്രദീപ് മാഷ് നമ്മുടെ ക്ലബ്ബുകളായാലും നമ്മുടെ ഒരു കൂട്ടായ്മയുണ്ട്, വാട്സപ്പ് കൂട്ടായ്മ, ലൈവ് തന്നുള്ളവർ, അതിലേക്കൊക്കെ വിളിച്ചിട്ട് നിരന്തരം നമ്മളെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണം. ആഗസ്റ്റ് 15 വരുന്നുണ്ട്. അതുപോലെ ഇതേമാതിരി ഓണത്തിന് എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നതെല്ലാം നിങ്ങൾ കൊടുക്കണം, ഒന്ന് ഒപ്പിച്ച് തരണം എന്ന് നിരന്തരം ഫോൺ വിളിക്കുന്നതും കൂടി ഒരു മാഷാണ്. ഇത്തരം മാഷ് നമുക്ക് ഇവിടുന്ന് ഈ സ്കൂളിൽ നിന്നും നഷ്ടപ്പെടുന്നത് നല്ല വേദനയുണ്ട്. ഏതായാലും അദ്ദേഹം നമ്മളെ കൂടെ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന് ഈ സ്കൂളിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്. മറുപടി പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ പ്രദീപ് മാസ്റ്ററെ
വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. എൻ്റെ ഏറെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം. 36 വർഷത്തെ സേവനത്തിന് ശേഷം ഇനി 2 ദിവസം കൂടിയുള്ളൂ ഞാൻ പടിയിറങ്ങുകയാണ്. ഇന്ന് വരെ എനിക്ക് ഞാൻ വിരമിക്കുകയാണ് എന്ന് തോന്നില്ല. ഞാൻ എപ്പോഴും പറഞ്ഞേക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇതുവരെ വന്നില്ലായിരുന്നു. അപ്പോൾ കുറേ നേരം, ഇത്രയും നേരം ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട പോലെ ഇരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ശിക്ഷയാണ്. അതിപ്പോൾ നിർവാഹവുമില്ല. ഇത്രയും നേരം ഇരുന്ന് കുറേ പേര് സംസാരിച്ചപ്പോഴാണ് ശരിയാണ് എനിക്ക് ശരിക്കും ബോധ്യം വന്നത് ഞാൻ വിരമിക്കുകയാണ് എന്ന്. എന്തായാലും ഈ വിദ്യാലയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർക്കേണ്ട ചില പേരുകളുണ്ട്. ഒന്ന്, അവരൊന്നും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ഈ വിദ്യാലയത്തിന്, ഞാൻ ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടുത്തെ മാനേജർ ഖാദർകുട്ടി മാഷ്, പിന്നെ ഇവിടുത്തെ പ്രധാനാധ്യാപകനായിരുന്ന അലവിക്കുട്ടി മാഷ്, വർഷങ്ങളോളം ഈ വിദ്യാലയത്തിൻ്റെ PTA പ്രസിഡൻ്റായിരുന്ന മൂസക്കുട്ടിയാജി, പിന്നെ ഒരു കാരണവരെ പോലെ ഇവിടെ ഓടി നടന്നിരുന്ന കുഞ്ഞഹമ്മദ് മൗലവി, ഒരുപാട് വർഷം PTA പ്രസിഡൻ്റായി കൂടെ നിന്ന ആലസനാജി, അഹമ്മദ് കുട്ടി മാഷ്, ഇങ്ങനെ ഒരുപാട് പേര്. അവരെ ഒന്നും മറന്നുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് പടിയിറങ്ങാൻ പറ്റില്ല. എന്തായാലും ഈ 36 വർഷത്തിന് ശേഷം ഞാൻ പടിയിറങ്ങുമ്പോൾ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എനിക്കും വിഷമം ഉണ്ടാവരുത്, നിങ്ങൾക്കും വിഷമം ഉണ്ടാവരുത്, അതിനുവേണ്ടി ഞാനൊരു മരുന്നും കണ്ടുവച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, കൊല്ലത്ത് നിന്ന് നല്ല TV-യിലെയും സിനിമയിലെയും നല്ല ആർട്ടിസ്റ്റുമാർ, എൻ്റെ സുഹൃത്തടക്കം ഇവിടെ കൊല്ലത്ത് നിന്ന് അവർ എനിക്ക് വേണ്ടി അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇവിടെ ഒരു പരിപാടിക്ക് വന്നിട്ടുള്ളത്. സാമ്പത്തികം മാത്രം നോക്കിയിട്ടല്ല. അപ്പം നിങ്ങളെയും രസിപ്പിക്കണം, എന്നെയും രസിപ്പിക്കണം, നമ്മുടെ വിഷമങ്ങളൊക്കെ അങ്ങ് പോകണം. അതിനു വേണ്ടിയുള്ളൊരു പരിപാടി ഭംഗിയായി ഇപ്പോൾ നടക്കും ഇതിന് ശേഷം. അപ്പോൾ 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കട്ടെ. എന്തായാലും വളരെ അഭിമാനത്തോടു കൂടി പടിയിറങ്ങാൻ ദൈവം എനിക്കൊരു നിയോഗം തന്നിട്ടുണ്ട്. കാരണം ഒരു അധ്യാപകന് ചെന്നെത്താവുന്ന എല്ലാ മേഖലയിലും കൈവച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അത് എൻ്റെ മാത്രം കഴിവല്ല, അതിന് എൻ്റെ കഴിവ് പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഈ നാട് എനിക്ക് തന്ന സ്നേഹം അത് ഞാൻ ആവോളം ആസ്വദിച്ചിരുന്നു. ഒരു കടലോളം സ്നേഹം എനിക്ക് തന്നിട്ടുണ്ട്. നേരത്തെ വടുതല മുഹമ്മദ് ഹാജി പറഞ്ഞ പോലെയൊക്കെ. കാരണം എപ്പോൾ കണ്ടാലും എനിക്ക് അത്രമാത്രം ആളുകൾ ഈ 118 വർഷത്തിന് 36 വർഷം എനിക്ക് ഈ ഒരു മുത്തച്ഛൻ്റെ ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമൊന്നുമല്ല. അതുമാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വിദ്യാലയത്തിൻ്റെ പേര് പാഠപുസ്തകത്തിൽ അടയാളപ്പെടുത്താൻ ഞാൻ നിമിത്തമായി എന്നതും വലിയൊരു നേട്ടമാണ്. അപ്പോൾ പാഠപുസ്തക രചനയും കുട്ടികൾക്ക് പഠിക്കാനുള്ള പാഠപുസ്തകത്തിൽ എൻ്റെ സ്വന്തം കവിത ഉൾപ്പെടെ അച്ചടിച്ചു വന്നു. അത് പഠിപ്പിക്കാനും അത് അധ്യാപകരെ പഠിപ്പിക്കാനുമുള്ള നിയോഗമുണ്ടായി. കരിക്കുലം കമ്മിറ്റി അങ്ങനെ ഞാൻ പറഞ്ഞത്, കുട്ടികൾക്കുള്ള കാസറ്റായാലും അഭിനയമായാലും സംഗീതമായാലും ഏത് മേഖലയിലും അതിലെനിക്ക് ചെയ്യാൻ കഴിയാതെ പോയ ഒരു കാര്യം, കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറച്ച് പുസ്തകങ്ങൾ എഴുതണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ പുസ്തകത്തിൻ്റെ ഡ്രാഫ്റ്റൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ അച്ചടിച്ച് ഇറക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ഇനി റിട്ടയർമെൻറ്റ് കഴിഞ്ഞാലും അത് തീർച്ചയായും ആ മേഖലയിൽ എഴുത്ത് എൻ്റെ ഒരു പ്രധാന ഒരു മേഖലയാണ് എന്നുള്ളത് കൊണ്ട് കുട്ടികൾക്ക് ഞാൻ ഇനി റിട്ടയർ ചെയ്ത് ഇറങ്ങിയാലും അധ്യാപകർക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള മേഖലയിൽ തന്നെ ഞാൻ ഉണ്ടാകും. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം അക്കാദമിക് മേഖലയിൽ എനിക്ക് കിട്ടിയ, ഞാൻ 10-25 വർഷം അധ്യാപകർക്ക് ക്ലാസ് എടുത്ത് നടന്നു. എനിക്ക് കിട്ടിയ അനുഭവ സമ്പത്ത് ഞാൻ അതിൻ്റെ ഇരട്ടിയായി ഞാൻ ഈ സമൂഹത്തിന് തിരിച്ചു കൊടുക്കും. അതുപോലെ തന്നെ മറ്റ് പല സാമൂഹ്യ മേഖലയിലൊക്കെ ഇടപെടാൻ എനിക്ക് അവസരമുണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഈ നാടിനെ വിട്ടുപിരിഞ്ഞ് പോകാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ്. വിളിച്ചാൽ കേൾക്കുന്ന അകലത്ത് ഞാനുണ്ട്.
ഈ വിദ്യാലയം ഇനിയും ഉയരങ്ങളിലേക്ക് പോകുന്നത് കാണാൻ ഞാൻ പുറത്തു നിന്നുണ്ടാവും. പിന്നെ എനിക്ക് ആവുന്ന സഹായം ഈ വിദ്യാലയത്തിന് എന്നും മരിക്കുന്നത് വരെ ചെയ്യാൻ ഞാൻ കൂടെ ഉണ്ടാവും എന്ന് ഈ നാടിന് വാക്ക് തരികയാണ്. അവസാന ഈ 2 വർഷക്കാലമേ എനിക്ക് പ്രധാന അധ്യാപകനായി ഇരിക്കാൻ യോഗമുണ്ടായിട്ടുള്ളൂ. ഒരുപാട് സ്വപ്നങ്ങൾ എനിക്കുണ്ട്. കാരണം സംസ്ഥാന തലത്തിൽ ഈ വിദ്യാലയത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഒരുപാട് അത് പൂർത്തീകരിക്കാനുള്ള സമയമില്ല എന്നുള്ളതാണ്. എങ്കിലും എനിക്ക് ആവുന്നത്ര ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് ബാക്കി ഒരു നല്ല എന്താ പറയുക, ഇവിടെയുള്ള അധ്യാപക സമൂഹം, ഇവിടെയുള്ള ആളുകൾ, അത് ഏറ്റവും ജൂനിയർ അടക്കം സീനിയർ വരെയുള്ള ആളുകൾ, വളരെ കഴിവുറ്റ ഒരു ടീമാണ് ഇവിടെയുള്ളത്. ഒരു മാനേജ്മെൻറ്റ് നല്ല സപ്പോർട്ട് നമുക്കുണ്ട്. ഈ മാനേജ്മെൻറ്റിൻ്റെയും ഈ ടീമിൻ്റെയും ഒക്കെ സപ്പോർട്ടോടുകൂടി ഈ വിദ്യാലയം ഇനിയും ഉയരങ്ങൾ കീഴടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് നമുക്ക് എല്ലാവർക്കും കാണാൻ ദൈവം അനുഗ്രഹം തരട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. ഈ അവസാന 2 വർഷക്കാലം എനിക്ക് ഏറ്റവും ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. ഇപ്പോൾ അവരുടെ ഒന്നും പേരെടുത്ത് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഞാൻ ഹെഡ്മാഷായി മുതൽ ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ പല ഹെഡ്മാഷുമാർ, ഞാൻ HM കോൺഫറൻസിൽ പോകുമ്പോൾ, ഹെഡ്മാഷുമാരെ കോൺഫറൻസ് പോകുമ്പോൾ എല്ലാവരും ഇരുന്ന് സംസാരിക്കുമ്പോൾ അവർ ബില്ലിൻ്റെ കാര്യം, ശമ്പള ബില്ലിൻ്റെ കാര്യം, ഇതൊക്കെയാണ്. ഞാൻ അക്കാദമിക് കാര്യം, അതാണ് AEക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. മാഷ് ബാക്കിയുള്ളവരൊക്കെ അവിടുത്തെ ബില്ലിൻ്റെയും മറ്റിൻ്റെയും കാര്യം പറയും. മാഷ് എപ്പോഴും അക്കാദമിക് കാര്യങ്ങൾ ചിന്തിക്കുന്നു. മാഷ് ആ ക്വാളിറ്റിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്നോട് പറയും. എനിക്കതാണ് താല്പര്യം. ഞാനത് എൻ്റെ ഹെഡ്മാഷുമാരുടെ റിട്ടയർമെൻറ്റിലും ഞാനതാണ് പറയുന്നത്. പക്ഷേ എൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല, സത്യമാണ്. എങ്കിൽ പോലും പല ഹെഡ്മാഷുമാരും അസൂയയോടുകൂടി എന്നെ നോക്കിയിട്ടുണ്ട്. മാഷെ എങ്ങനെയാണ് ഇതൊക്കെ പാടെ ചെയ്യുന്നത്? ഈ 2 വർഷക്കാലം കൊണ്ട് ഞാൻ ഈ വിദ്യാലയത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ അധ്യാപകരുടെ കൂട്ടായ്മയോടുകൂടി ഒരുപാട് കാര്യങ്ങൾ, മറ്റൊരു അധ്യാപകനും ചെയ്യാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ മുന്നോട്ട് പോയി. ഇന്ന് ഷെബിനും കാറിലിരുന്ന് ഞങ്ങൾ പോയി വരുമ്പോൾ പറയാം, മാഷെ ഇത്രയും പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തോ എന്ന് അവൻ തന്നെ അതിശയപ്പെടും. ഇതിൽ ഏതാണ് ഇതിൽ വെക്കേണ്ടത്? വെക്കാൻ കഴിയുന്നില്ല അത്രയും. നമ്മുടെ ഈ സ്മരണിക നിങ്ങളുടെ വീട്ടിലെത്തും. അപ്പം നിങ്ങൾക്കറിയാം, എല്ലാ വീട്ടിലും ഈ സ്മരണിക ഇതൊരു അടയാളപ്പെടുത്തലാണ്. ഇത് പൊന്നുപോലെ നിങ്ങൾ സൂക്ഷിക്കണം. ഇതിൽ പല വിഭാഗങ്ങളും നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. അത് നിങ്ങളുടെ പുസ്തക ശേഖരത്തിൽ സൂക്ഷിക്കേണ്ട ഒരു പുസ്തകമാണ്. അതിനുകൂടി കണക്കാക്കിക്കൊണ്ടാണ് അങ്ങനൊരു മാഗസിൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് കൊടുക്കും. അത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അവരെ അത് എടുത്ത് കാണിക്കണം. അതിനു വേണ്ടി കൂടി ഒരു മാതൃകയായി എങ്ങനെ ഒരു സ്മരണിക തയ്യാറാക്കാം എന്നുകൂടി തെളിയിച്ചുകൊണ്ടാണ് എനിക്ക് പടിയിറങ്ങേണ്ടത്. ഞാൻ പറഞ്ഞ ഈ 2 വർഷക്കാലം ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്യാൻ എൻ്റെ ഇടവും വലവുമായിട്ട് ശ്രീ മജീദ് മംഗലത്തും അതുപോലെ തന്നെ ലത്തീഫും, ഞാൻ അവരെ ചേർത്തും ഞാൻ വിട്ടിട്ടില്ല, ഒരു സ്വൈര്യം കൊടുത്തിട്ടില്ല. കാരണം ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് കഴിവുകളുണ്ടെന്ന് മറ്റുള്ളവർ പറയുന്നു. പക്ഷെ അത് ചെയ്യാൻ ഉള്ള ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം വേണം. അതിനെനിക്കൊരു താങ്ങ് വേണം. അതിന് താങ്ങായി നിന്നവരാണ് അതുപോലുള്ള ഒരുപാട് പേര്, എൻ്റെ സുഹൃത്തുക്കൾ. എൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട് ഞാൻ ഹൈദരാബാദിൽ ഒരു 10-20 പ്രാവശ്യമായി പോകുന്നു. പലർക്കും അത്ഭുതമാണ്. എൻ്റെ കൂടെ വരാൻ എൻ്റെ കുടുംബത്തിൽ നിന്നൊരാളില്ല. കാരണം എൻ്റെ ഭാര്യയും 2 പെൺമക്കളും അല്ലേ. അപ്പോൾ അവർക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ എൻ്റെ കൂടെ വരാൻ പ്രയാസമാണ്. എൻ്റെ കൂടെ ഇത്രയും 10-25 പ്രാവശ്യം ഞാൻ എൻ്റെ ചികിത്സയ്ക്കായി പോയപ്പോൾ എൻ്റെ കൂടെ വന്നത് വേറെ ആരുമല്ല, സഫീർ മാഷ് 5-6 തവണ വന്നു, ഷമീൽ മാഷ് വന്നു, ഫൈസൽ വന്നു. എല്ലാവരും എൻ്റെ താങ്ങായി കൂടെ നിന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും പേര് ഇപ്പെടുത്ത് പറയുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അതെല്ലാവരുടെയും പേര് പറഞ്ഞതായിട്ട് കണക്കാക്കുക. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും.
ഞാൻ റിട്ടയർ ചെയ്യുന്നവരോട് ഇമോഷണൽ ആവരുത് എന്ന് ഇത്രയും കാലം പറഞ്ഞ ആളാണ്. എന്തുകൊണ്ടോ എനിക്കെൻ്റെ വാക്കുകൾ അങ്ങോട്ട് മുറിഞ്ഞു പോകുന്നതായി തോന്നുന്നു. പല ഹെഡ്മാസ്റ്റർമാരും സൂചിപ്പിച്ചു, മാഷേ നിങ്ങളെപ്പോലെ ഇത്രയും ആത്മാർത്ഥമായിട്ട് പ്രവർത്തന മേഖലയിൽ നിൽക്കരുത്, നിങ്ങൾക്ക് ആത്മാർത്ഥത കുറച്ച് കൂടുതലാണ്. ഞങ്ങളൊക്കെ ഹെഡ്മാസ്റ്റർമാരാണ്, പക്ഷെ ഇത്രയും ആത്മാർത്ഥത ഈ ഒരു മേഖലയിൽ കാണിക്കരുത് എന്ന് എന്നോട് പലരും പറയാറുണ്ട്. പക്ഷെ എനിക്ക് ഒരു കാര്യമുണ്ട്, ഞാൻ ഈ 36 വർഷവും ആസ്വദിച്ചാണ് എൻ്റെ അധ്യാപന കാലം മുന്നോട്ട് കൊണ്ടുപോയത്. അത് എനിക്ക് ഇനിയുള്ള തലമുറയോടും അതാണ് പറയാനുള്ളത്. നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ്. ആ ഏത് ജോലി ഏറ്റെടുത്താലും അത് ആസ്വദിച്ച് ചെയ്യണം. അതിനോട് ഒരു മടുപ്പ് കാണിക്കരുത്. ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോഴേ നിങ്ങളുടെ കുടുംബത്തിനും അതിൻ്റെ മഹിമയുണ്ടാവുകയുള്ളൂ. ഇനി എനിക്ക് അവസാനമായി പറയേണ്ടത്, അവസാനമല്ല എപ്പോഴും പറയാനുള്ളൊരു കാര്യം, അതെവിടെയും പറയാൻ പറ്റാത്തതാണ്. അതിവിടെ മാത്രമേ ഇനി പറയാൻ പറ്റൂ. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. ഇന്ന് സംസ്ഥാന തലത്തിൽ എനിക്ക് ഒരു അധ്യാപകൻ എന്ന രീതിയിൽ വലിയൊരു പേരുണ്ട്. പ്രദീപ് താനൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 14 ജില്ലയിലും അറിയും. പാഠപുസ്തക രചയിതാവ് മാത്രമല്ല, ഒരുപാട് മേഖലയിൽ കേരളത്തിലെ 10-40 വിദ്യാലയങ്ങളിലെങ്കിലും ആളുകൾ ഇപ്പോഴും എൻ്റെ ഉപദേശത്തിനനുസരിച്ച് അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പല ജില്ലയിൽ നിന്നുള്ള ആളുകൾ എൻ്റെ ഉപദേശം തേടാറുണ്ട്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയടക്കം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നെ വിളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതിന് അദ്ദേഹത്തിൻ്റെ PA വിളിച്ചിരുന്നു, മാഷോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടി അദ്ദേഹം വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അക്കാദമിക് മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ പ്രമുഖരടക്കം ബന്ധപ്പെടുന്നുണ്ട് എന്നോട്. കാരണം ഞാൻ ഈ രംഗത്ത് ഇത്രയും നിറഞ്ഞു നിന്ന് പഠിച്ച അറിവുകൾ ഞാൻ ഷെയർ ചെയ്യാൻ തയ്യാറാണ് എല്ലാവർക്കും. അക്ഷരപ്പൂപ്പാലിക എന്ന് പറയുന്നത് എൻ്റെ വിദ്യാലയത്തിൽ നടപ്പിലാക്കിയ കാര്യം ഈ ഉപജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും ഷെയർ ചെയ്യേണ്ടി ഉള്ള മനസ്സ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അത് ഈ വിദ്യാലയത്തിൻ്റെ ഒരു നേട്ടമാണ്. ഇനി ഞാൻ അവസാനമായി പറഞ്ഞ കാര്യം, ഞാൻ പ്രദീപ് മാഷ് എന്തെങ്കിലും ഒന്നായിട്ടുണ്ടെങ്കിൽ അത് പ്രദീപ് മാഷ് 100% കഴിവുകൊണ്ട് മാത്രമല്ല. ഇതിൻ്റെ പിന്നിലൊക്കെ ത്യാഗം അനുഷ്ഠിച്ച ഒരു വ്യക്തിയുണ്ട്. അത് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ. ഈ 2 വർഷക്കാലം എന്നെ ഒരു ദിവസം പോലും വീട്ടിൽ കിട്ടിയിട്ടുണ്ടാവില്ല. ശനിയാഴ്ച ആയാലും ഞായറാഴ്ച ആയാലും കുടുംബത്തോടൊപ്പം ഒരു ദിവസം ഞാൻ ചെലവഴിച്ചിട്ടില്ല. എൻ്റെ ചിന്തയും ഒക്കെ ഇവിടെയാണ്. അത് മക്കൾക്കൊക്കെ അറിയാം. അത് രാത്രി അവിടെ പോയാലും ഭാര്യയോടൊന്നൊരു വാക്കുപോലും ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് തെറ്റുകളാണ് ചെയ്തത്, പക്ഷെ അത് തെറ്റല്ല. ഞാനത് നെഞ്ചേറ്റിയത് ഈ വിദ്യാലയത്തിൽ, എൻ്റെ അക്കാദമിക് പ്രവർത്തനത്തെ. അതിൻ്റെയൊക്കെ സഹിച്ചത് എൻ്റെ ഭാര്യയാണ്. മാത്രമല്ല, ഇപ്പോഴല്ല, എനിക്ക് പിന്നോട്ടാലേ ഇപ്പോഴും പോട്ടെ. ഇപ്പം എൻ്റെ മോള് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, അവള് MA പഠിക്കുന്നു. അവള് എന്നേക്കാൾ ഒരു പടി മുന്നിലായി. ഇനി മൂത്ത മോളാണെങ്കിൽ ഇപ്പോൾ അലഹബാദിൽ PhD ചെയ്യുന്നു. ഇപ്പം ഇന്ന് എത്തിയിട്ടുണ്ട്, അലഹബാദിൽ ഇന്ന് വീട്ടിലെത്തിയിട്ടുണ്ട്. എനിക്ക് ആ കാര്യത്തിലൊന്നും പ്രശ്നമില്ല. അവരൊക്കെ നല്ല ഒരുപാട് നന്മകൾ കണ്ടാണ് വളർന്നത്. കാരണം കുടുംബത്തിൽ നമ്മൾ അങ്ങനെയാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾ അത്രയും കണ്ടാണ് വളർന്നത്. അതുകൊണ്ട് അതിലൊന്നും ഒരു ആശങ്കയുമില്ല. പിന്നെ ചെറിയ ചെറിയ അസുഖങ്ങൾ, അതൊന്നും പ്രശ്നമില്ല. അതൊക്കെ ദൈവം എല്ലാവർക്കും കൊടുക്കുന്നതല്ലേ. അതുപോലെ എനിക്ക് കൂടുതലൊന്നും തന്നിട്ടില്ല. അതൊക്കെ പരിഹരിച്ച് പോകാമെന്നേ ഉള്ളൂ. ഞാൻ പിന്നോട്ട് നോക്കുമ്പോൾ ഞാൻ പാഠപുസ്തക രചന നടത്തുന്നതിന് തിരുവനന്തപുരത്ത് പോയി കിടന്നിട്ടാണ്. അന്ന് പാഠപുസ്തക രചന, കരിക്കുലം കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് ചോദ്യപേപ്പർ, സംസ്ഥാന തലത്തിൽ ചോദ്യപേപ്പർ നിർമ്മാണം എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അന്ന് ഭാര്യയും 2 പെൺകുട്ടികൾ, 2 കൊച്ചു കുട്ടികളാണ്. വീട്ടിൽ വേറെ ആരുമില്ല. അവരെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ഭാര്യയും സഹിക്കില്ല.
ഒരാളും ഒരു ഭർത്താവിൻ്റെ കാരണം കഴിവ് മനസ്സിലാക്കി കൂടെ നിന്ന് ആ കഴിവിനനുസരിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു പേര് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ത്യാഗം മുഴുവൻ അനുഭവിച്ചത് എൻ്റെ ഭാര്യയാണെന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല. അതിന് എല്ലാ നേട്ടങ്ങളും, എനിക്കുള്ള എല്ലാ നേട്ടങ്ങളും എൻ്റെ ഭാര്യയ്ക്ക് സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി കുടുംബത്തോടൊപ്പം ഇത് വിചാരിച്ച് ഞാൻ റിട്ടയർ ചെയ്ത് എന്തായാലും ഒരു മാസക്കാലമെങ്കിലും കുടുംബത്തോടൊപ്പം ഒന്ന് സമാധാനമായിട്ടിരിക്കണം. കാശിക്കൊന്നും പോകുന്നില്ല കേട്ടോ. പിന്നീട് എൻ്റെ ഇഷ്ടപ്പെട്ട കുറേ മേഖലകൾ, എഴുത്ത്, അതുപോലെ തന്നെ കലാരംഗം, അങ്ങനെ കുറച്ച് മേഖലയുണ്ട്. ആ മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അധ്യാപകർക്ക് വേണ്ടിയും ഒക്കെയുള്ള എൻ്റെ ഇഷ്ടമേഖലയിലേക്ക് ഞാനുണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. അത് ഈ വിദ്യാലയത്തിന് വേണ്ടിയും ഒക്കെ കൂടെ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നാട് നിന്ന സ്നേഹത്തിന് എങ്ങനെ നന്ദി പറയണം എന്നെനിക്കറിയില്ല. അനന്തമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ വിദ്യാലയത്തെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് ഏറ്റെടുക്കണം. ഈ വിദ്യാലയത്തിന് വേണ്ടി കൂടെ ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എണ്ണയിട്ട യന്ത്രം പോലെ രാത്രിയെ പകലാക്കി മാറ്റി ഈ വിദ്യാലയത്തിന് വേണ്ടി പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പ്രദീപ് മാസ്റ്റർക്കുള്ള നന്ദി പ്രകാശനത്തിന് വേണ്ടി നിഷാ ചന്ദ്രനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹലോ പ്രിയമുള്ളവരെ, നന്ദി പ്രകടനത്തിന് മുമ്പായി ഒരു സമ്മാന വിതരണം ഈ വേദിയിലുണ്ട്. കഴിഞ്ഞ വർഷം ഈ വിദ്യാലയത്തിൽ നിന്നും LSS ലഭിച്ച അബ്ദുള്ള വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അബ്ദുള്ള, പ്ലീസ്. സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി ബഹുമാന്യനായ മാനേജർ ശ്രീ അബ്ദുൽ ഗഫൂറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് പ്രീ പ്രൈമറി ടാലന്റ് എക്സാമിൽ ലഭിച്ചിട്ടുള്ള കപ്ഷ. വേദിയിൽ കപ്ഷ. പ്രിയമുള്ളവരെ, അടുത്ത ഒരു ചടങ്ങ് നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപ് മാഷിന്റെ പത്നി രഞ്ജിതയുടെ സ്നേഹനിർഭരമായ പ്രവർത്തനമാണ് നമ്മുടെ പ്രദീപ് മാഷിന്റെ കരുത്ത്. പ്രിയപ്പെട്ട രഞ്ജിതയ്ക്ക് PTയുടെ വകയായി ഒരു ഉപഹാരം നൽകുകയാണ്, പൊന്നാട അണിയിക്കുകയാണ്. നമ്മുടെ ഈ പ്രദേശത്തെ ഗുരുകാരണവരായ ഉബൈദുള്ള താനാളോ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അതോടൊപ്പം എഴുത്തുകാരൻ, മാധ്യമ പ്രവർത്തകൻ, 50 വർഷത്തിലേക്ക് ഏറെക്കാലം മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഉബൈദുള്ള താനാളോ പ്രദീപ് മാഷുടെ പ്രിയ പത്നിക്ക് ഷാളണിയിക്കുന്നു. ഹലോ, പരിപാടിയുടെ അവസാന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയുടെ പ്രോഗ്രാം കൺവീനറായിട്ടുള്ള ശ്രീമതി നിഷാ ചന്ദ്രൻ ഈ വേദിയിൽ നന്ദി അറിയിക്കുകയാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ടരെ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാട്ടുകാരെ, മനം നിറഞ്ഞ എൻ്റെ പ്രിയമക്കളെ, നമ്മുടെ ഈ സന്ധ്യയിൽ
സന്ധ്യയിൽ നിന്ന് മാറി രാത്രിയായി. ഈ വേളയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളേവർക്കും ഒരു നന്ദി ഒരൊറ്റ വാക്കിലൂടെ പറയുന്നതാണ് ഉത്തമം. പക്ഷേ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാഷ് ഞങ്ങൾക്ക് ഓതി തന്ന, പഠിപ്പിച്ചു തന്ന കുറച്ച് വാക്കുകളുണ്ട്. വ്യത്യസ്തത. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അത് ആസ്വദിച്ച് ചെയ്യണം. ഈ 2 വാക്കുകളും എന്നും മുന്നിൽ കണ്ടുകൊണ്ട് തുടർന്നുള്ള ഞങ്ങളുടെ അധ്യാപന ജീവിതത്തിൽ വലിയൊരു വഴിവിളക്കായി ഞങ്ങൾ ഓരോരുത്തരും കാത്തു സൂക്ഷിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി ആസ്വാദ്യമാക്കി തീർക്കാൻ ഈ വേദിയിൽ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ പേരിൽ അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ യാത്രയപ്പ് സമ്മേളനം അവസാനിച്ചതായി അറിയിക്കുന്നു.